നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. 35-9 വാക്യം അവിടേക്ക് വരുമ്പോൾ കാണുകയാണ്, യാക്കോബ് പദനാരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ബഥേൽ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ്. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനത്തിൽ നിന്നൊരു പങ്ക് ഇവിടേക്ക് കൊടുക്കുമ്പോൾ അതിനെ കാണുന്ന ഒരു ദൈവം ഉണ്ടല്ലേ. വിധവ, അവിടെ ഒത്തിരി പേര് വന്ന് സ്തോത്രകാഴ്ച ഇട്ടു, പക്ഷെ വിധവ 2 കാശ് ഇട്ടത് കർത്താവ് കണ്ടു. കാരണം എന്താ? when each one of you secretly put into the offering box, there is a Lord who is looking at it. മൂപ്പൻ നോക്കത്തില്ല, ഉപദേശം നോക്കാൻ ഒക്കത്തില്ല, എല്ലാം ഉപദേശിക്കും കാണാൻ ഒക്കത്തില്ല. എന്തിനാ കർത്താവ് നോക്കുന്നേ? കർത്താവ് ആ സ്തോത്രകാഴ്ച സഞ്ചിയിലേക്ക് ഇട്ട കാശിലോട്ട് നോക്കിയത് എന്തിനാ? എത്ര ഉണ്ട്, എല്ലാം കൂടെ വാരിക്കൂട്ടിക്കൊണ്ട് പോണമല്ലോ എന്ന് വിചാരിച്ചാണോ? ആണോ? ചിലപ്പോ പാസ്റ്റർമാര് നോക്കുമായിരിക്കും എത്ര ഇട്ടെന്ന്. കാരണം ദശാംശം അതിനകത്ത് വീണോ നോക്കണമല്ലോ. കർത്താവ് അതിനാണോ നോക്കിയേ? The Lord looked at that offertory, that offering box, in order to reward those who are putting into it from heaven. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരും അവനവന് തക്ക പ്രതിഫലം കൊടുക്കുമെന്നുള്ളൊരു വാക്കില്ലേ. കർത്താവ് നോക്കിയില്ലെങ്കിൽ എങ്ങനെയാ തക്ക പ്രതിഫലം കൊടുക്കുന്നേ? കർത്താവ് കണ്ടില്ലെങ്കിൽ അവന് എങ്ങനെ തക്ക പ്രതിഫലം കൊടുക്കുവാൻ കഴിയും? അപ്പോൾ നിങ്ങളും ഞാനും ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുന്നതിനും തക്ക പ്രതിഫലം തരണമെങ്കിൽ ആ പ്രതിഫലം തരുന്ന ആള് നോക്കിയാലേ ഒക്കത്തുള്ളൂ. അപ്പോൾ when you come to Bethel, God has blessed you. He has given you spiritual gifts. Because of that only you are ministering here. എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണമാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണമാണ് കൊടുക്കുന്നത്, അന്യോന്യം ശുശ്രൂഷിക്കുന്നത്. പക്ഷേ നിങ്ങളും ഞാനും ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതിഫലം അവൻ കാത്തുവച്ചിട്ടുണ്ട്. So the Bethel, this is a place where the blessings of the Lord flows. കർത്താവിന്റെ അനുഗ്രഹം ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം, ദ ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭവനം. അവിടേക്ക് അനുഗ്രഹം വന്നെത്തുന്നു. എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ സമയം തീരുകയാണല്ലോ. 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. 35-9 വരുമ്പോൾ നമ്മൾ അടുത്ത വാക്ക് കാണുന്നു, വന്ന ശേഷം ദൈവം അവനെ പിന്നെയും അനുഗ്രഹിച്ചു. ദൈവം അവന് പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. സോ that is a place God appears again and again. ദൈവം പിന്നെയും പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം. ശമൂവേലിന് ദൈവം ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു, ശമൂവേലിനോട് പറഞ്ഞു കാര്യങ്ങൾ. ശമൂവേൽ അത് കേട്ടു, ശമൂവേൽ അത് തന്നെ പ്രസംഗിച്ചു. നമ്മൾ പിന്നെ വായിക്കുന്നത് അവന് വീണ്ടും വീണ്ടും ദൈവം പ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലമുണ്ടല്ലോ, ദൈവിക ദർശനം നിങ്ങൾക്കും എനിക്കും ഇവിടെ വെച്ച് കിട്ടുമ്പോൾ പിന്നെയും അടിക്കടി the progressive revelation of God shall be received when you are in Bethel. ബഥേലിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ദർശനങ്ങൾ ഒന്നിനു മീതെ ഒന്നായിട്ട് നൽകും. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അവനോട് നിന്റെ പേര് യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ തന്നെ പേരാകണമെന്ന് കൽപ്പിച്ച് അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. God has given him this name again before. He knew he is Israel. Then why God is telling him again, you must be called Israel? Now, last many years, the lifestyle was different. So, changing the name is not enough. Changing the character is so important. എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുക. You should live according to the status. You are the child of God. You are the prince of God. You represent God. So live according to that standard. നിങ്ങളും ഞാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനവും മഹത്വവും അതിനൊത്തവണ്ണം ജീവിക്കണം. ഇനിയും താഴോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ അറിയാം. പിന്നെ ഈ യാക്കോബിനെ കുറിച്ച് പറയുന്ന വാക്ക് 21-ാം വാക്യം, പിന്നെ യാക്കോബ് യാത്ര പുറപ്പെട്ടെന്നല്ല, പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു. 22-ാം വാക്യം, ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ, യാക്കോബ് പാർത്തിരിക്കുമ്പോഴെന്നല്ല. അടുത്ത വാക്ക് 22-ാം വാക്യം, ഇസ്രായേൽ അത് കേട്ടു. എന്താ? പിന്നെയും യാക്കോബിനെ ഇസ്രായേൽ 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 എന്ന് വിളിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, I will give it to you and I will give the land to your descendants after you. So that is a place of blessing. I don't want to explain that. Verse 13. Then God went up from him in the place where he had spoken with him. Oh,
ബഥേൽ is a place where you hear the voice of God. ദൈവത്തിന്റെ ശബ്ദം പിന്നെയും കേൾക്കുന്ന ഇടം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദൈവദാസൻ എന്നുള്ള നിലയിൽ നിരവധി സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരുങ്ങാത്തതും നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്തതുമായ പല കാര്യങ്ങൾ വായിൽ ദൈവം തരും. അത് സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനാണ് ഇത് ഇത്രയും പറഞ്ഞതെന്ന്. ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് നിനക്ക് എന്നെ കിട്ടിയുള്ളൂ ഇതൊക്കെ പറയിപ്പിക്കാൻ, കാരണം ആളുകൾ വെറുക്കുക. പക്ഷേ കർത്താവ് പിന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, ഇറ്റ് വാസ് ടു someone, for someone to repent, for someone to commit their lives. I do believe that God still speaks when the servants of God are speaking from the pulpit. ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ദൈവം ഇന്നും ഇൻഡിവിജ്വൽസിനോട് സംസാരിക്കുന്നു. എനിക്ക് നിരവധി അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും അത് കാണും. So Bethel is a place where you hear the voice of God, where God wants to speak to you. So go to Bethel. Go up to Bethel. There you can hear what God speaks to you.